ഹായ് മച്ചാമാരെ, പലരും ചോദിക്കുന്നുണ്ട് എന്നാണ് ഗിവ് അവേ എന്ന്. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് 100 ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് 100 ആവുമ്പോൾ നമ്മൾ ഗിവ് അവേ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ 100 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിൽ നിന്നും ഈ ഗിവ് അവേക്ക് ശേഷം വീണ്ടും ഗിവ് അവേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഇതിനു ശേഷം ഫൈറ്റർ ഗിവ് അവേ ഒക്കെ നടത്തുന്നതാണ്. പിന്നെ ഈ ചാനലിൽ നിന്നും ഓഫർ സെയിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ പ്രത്യേക മാസത്തിൽ ഓഫറായിട്ട് ഫിഷിനെ നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ബ്രീഡാണ് ഇലക്ട്രിക്കൽ ബ്ലൂ. ഇത് വളരെ അധികം കെയർ ചെയ്യേണ്ട ഒരു ബ്രീഡാണ്. ഇതിന് തീർച്ചയായും നമ്മൾ ബ്രീഡിംഗ് ബോക്സ് നൽകേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ഫീമെയിൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെ മുഴുവനായി ഈറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫുഡിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള പെല്ലറ്റ് ആണെങ്കിൽ പെല്ലറ്റോ അല്ലെങ്കിൽ മൊയ്യിനെയൊക്കെ നൽകേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ബ്ലൂ കളർ കുറഞ്ഞ് വൈറ്റ് കളറായി മാറും. ഇതൊക്കെ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ വരാം. ധാരാളമായി മഴവെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഇതിനെ ടാങ്ക് സെറ്റ് ചെയ്യരുത്. കാരണം ധാരാളമായി മഴയുടെ അംശം ഇതിൽ ഈ വെള്ളത്തിലായാൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ഫിഷ് പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വളരെയധികം മഴവെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യരുത്. പിന്നെ ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റായി വെയിൽ അടിക്കുന്ന സ്ഥലത്തും ഇതൊരിക്കലും സെറ്റ് ചെയ്യരുത്. അപ്പോഴും ഫിഷിൻ്റെ കളർ നഷ്ടപ്പെട്ട് ഫിഷ് ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇളം വെയിൽ തട്ടുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് നല്ലത്. അതുപോലെ തന്നെ വീടിനകത്തും ഇതിനെ വളർത്താൻ സാധിക്കില്ല. കാരണം ഇതിന് നേരിയ വെയിൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം അതിൻ്റെ കളർലെസ് വന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ഒരിക്കലും നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് ഒരിക്കലും വാങ്ങരുത്. കാരണം അവിടെ നിന്ന് ക്വാളിറ്റി കുറവുള്ളതുമായ ബ്രീഡായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 250 to 300 വരെയൊക്കെയാണ്. ഞാൻ ഇതിനെ നൽകുന്നത് 200 രൂപക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.